ഹലോ, നമ്മൾ ഇന്ന് PSCയുടെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCERT 5th സോഷ്യൽ സയൻസ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്നൊരു ചാപ്റ്ററാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു രീതിയിൽ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൂര്യൻ ഒരു ഡാഷ് ആണ്. സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രമാണ് കേട്ടോ. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന നക്ഷത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സൂര്യനാണ് കേട്ടോ. നമ്മൾക്ക് പെട്ടെന്ന് തെറ്റിപ്പോവാം, നമ്മൾ വേറെ ഏതെങ്കിലും നക്ഷത്രത്തിൻ്റെ പേരൊക്കെ ആലോചിക്കും. പക്ഷേ ഓർമ്മയിൽ വെക്കുക, നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന നക്ഷത്രം ഏതാണ്? അത് സൂര്യനാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് എന്ത്? നക്ഷത്രം. എന്താണ്? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഇപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് നമ്മൾ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണെന്ന് പറയുമ്പോൾ ചിലർക്ക് പ്ലാനറ്റ്സ് മനസ്സിലേക്ക് വരാം, ഗ്രഹങ്ങൾ അല്ലേ. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, ഗ്രഹങ്ങൾക്ക് എന്താ? ഗ്രഹങ്ങൾക്ക് സ്വയം പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവില്ല. അപ്പം നമ്മളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് ഏത്? നക്ഷത്രങ്ങൾ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് എന്ത്? ഗാലക്സികൾ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് എന്ത്? ഗാലക്സികൾ. ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നക്ഷത്രങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? കാരണം എന്താണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. എന്താണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നത്? നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്നതായിട്ട് തോന്നുന്നത്. ഇനി സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? ഗ്രഹങ്ങൾ. എന്താണ്? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. എന്താണ്? ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. എവിടെ നിന്നാണ് അപ്പം ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ഒക്കെ ലഭിക്കുന്നത്? സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും എല്ലാം ലഭിക്കുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന ഗ്രഹമാണ് ഏത്? ബുധൻ. ഇനി ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? അത് വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഇനി വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? അത് ശനിയാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ശനിയാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷണ നക്ഷത്രം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് നമ്മുടെ ശുക്രനാണ്. ഏതാണ്? ശുക്രൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? യെസ്, അത് ശുക്രൻ.